ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവ സാമർത്ഥ്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും യേശുവിൽ സമൃദ്ധി എന്നുള്ള ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. यीशु में समृद्धि के आज के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूँ यीशु की दया, उसका अनुग्रह और उसका प्रेम के नाम से. ലാസ്റ്റ് ആഴ്ച മുതൽ ഞങ്ങൾ പ്രോഗ്രാമിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ലേഷന് ഹിന്ദി ട്രാൻസ്ലേഷനും കൂടെ തുടങ്ങി മലയാളത്തിൻ്റെ കൂടെ. और जैसे आप जानते हैं पिछले हफ्ते से हमने थोड़ा सा एक छोटा सा चेंज किया है एपिसोड में. अब से हम ट्रांसलेशन के साथ आपके बीच में आ रहे हैं. അപ്പം ഹിന്ദി അറിയാവുന്ന ആളുകൾക്ക് മലയാളം അറിയാവുന്ന ആളുകൾക്ക് രണ്ട് ഗ്രൂപ്പിനും ഈ പ്രോഗ്രാമിൽ കൂടെ നിങ്ങളുടെ ലൈഫിൽ ഇത് അനുഗ്രഹങ്ങളുടെ മെസ്സേജ് ആയിരിക്കട്ടെ, അഭിഷേകങ്ങളുടെ മെസ്സേജ് ആയിരിക്കട്ടെ എന്ന് ഞാൻ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. और अगर आप हिंदी भाषा जानते हैं या मलयालम भाषा जानते हैं तो दोनों के लिए मैं विश्वास करता हूं कि आज का ये संदेश जो है आपके अभिषेक, परमेश्वर का अभिषेक आपके ऊपर उतरेगा. എൻ്റെ പേര് ഹരീഷ്, ഇത് എൻ്റെ വൈഫ് രതി. ഞങ്ങൾ രണ്ടും കൂടെ യേശു കർത്താവിൻ്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. और इनका नाम हरीश है, मेरा नाम रति है और हम दोनों पति पत्नी मिलके फरीदाबाद में जो दिल्ली के बहुत नज़दीक है वहाँ पे सेवकाई करते हैं. കർത്താവിൻ്റെ സേവയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടാവുന്നതും ചെയ്യുക. और परमेश्वर के सेवकाई जो फरीदाबाद क्षेत्र में होती है उसके लिए प्रार्थना की जगह हमें प्रार्थना में रखिएगा और आपसे जो कुछ हो सकता है इस सेवकाई के लिए कीजिएगा. ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ യേശു കർത്താവ് സ്നേഹിക്കുന്നു. ഈ സമയത്ത് എൻ്റെ സഹോദര സഹോദരി, നിങ്ങൾ എങ്ങനെയുള്ളവരായാലും എവിടുന്നുള്ളവരായാലും എന്ത് സ്ഥിതിയിലുള്ളവരായാലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. और हमें जो परमेश्वर ने चुना, एक मूर्ति पूजक उस परिवार में से चुना और परमेश्वर ने अपना दया, अपना अनुग्रह, अपना प्रेम हमारे ऊपर उंडेला. और मैं विश्वास करता हूँ आप कहीं भी बैठ के देख रहे होंगे परमेश्वर का प्रेम, दया और अनुग्रह उसी रीति से आपके ऊपर परमेश्वर उंडेलेगा. ലാസ്റ്റ് ആഴ്ചകളിലെ ക്രിസ്ത്യ ഞാൻ പറഞ്ഞിരുന്നു 80% പ്രാർത്ഥനാ വിഷയങ്ങളും ആളുകൾ ഞങ്ങളോട് പറയുന്നത് കുടുംബജീവിതത്തിലെ സമാധാനമില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ്. और जैसे मैंने पिछली बार बोला कि हर एक जितने भी प्रार्थना विषय हमारे पास आते हैं, जितने भी फ़ोन कॉल्स प्रेयर लाइन नंबर्स पे आते हैं, उनमें से ज़्यादातर प्रेयर रिक्वेस्ट इसी के विषय में होते हैं कि हमारे परिवार के लिए, हमारे इंटरपर्सनल रिलेशनशिप के लिए प्रार्थना कीजिएगा. जो पति और पत्नी के बीच में जो रिलेशनशिप है उसके लिए प्रार्थना कीजिएगा. ആ കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ക്രിസ്തീയ കുടുംബജീവിതം എങ്ങനെ നയിക്കണം, നല്ല ഒരു ക്രിസ്തീയ കുടുംബജീവിതം വചനത്തിൽ ഉറച്ചെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനെക്കുറിച്ച് നമ്മളൊരു സുവിശേഷ പരമ്പര സ്റ്റാർട്ട് ചെയ്തിരുന്നു. और इसी कारण मैंने सोचा कि मेरे को एक ऐसा संदेश तैयार करना है. जितने लोग सुनते हैं कैसे अपने परिवार को, कैसे अपने शादी के रिलेशनशिप्स को एक नए स्तर पे लेके जा सकते हैं, इसी वजह से ये संदेश परमेश्वर ने मेरे जीवन में डाला. അത് നിങ്ങൾ ലാസ്റ്റ് ആഴ്ചയിലെ സന്ദേശം നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്നുണ്ടെങ്കിൽ NIT ചർച്ചിൻ്റെ യൂട്യൂബ് ചാനലിൽ പോവുക. ലാസ്റ്റ് ആഴ്ചത്തെ AT ഹാർവസ്റ്റ് TVയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ സെയിം മെസ്സേജ് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. और अगर आपने पिछले हफ्ते का संदेश जो है वो मिस कर दिया, आपने सुना नहीं, तो NIT चर्च यूट्यूब पे जाइएगा. NIT चर्च अगर आप डालेंगे तो आपको ये संदेश और पिछला संदेश जो है दोनों आपको उस चैनल पर मिलेगा और आप सुन सकते हैं. ഹല്ലേലൂയ. हालेलुया. ലാസ്റ്റ് ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് അതുവരെ നിങ്ങൾ ഫോളോ ചെയ്തു. ഈ പ്രാവശ്യം ഞാൻ ഡയറക്റ്റ് മെസ്സേജിലേക്ക് വരുന്നു. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ക്രിസ്ത്യൻ ഹസ്ബൻഡ് വൈഫിൻ്റെ അവരുടെ ലൈഫിൽ ചില എക്സ്പെക്റ്റേഷൻസ് വരും, അൺവാണ്ടഡ് എക്സ്പെക്റ്റേഷൻസ് വരും. और पिछली बार का जो संदेश है उसको मैं दोबारा दोहराना नहीं चाहता हूँ. आज मैं अगले टॉपिक पे जा रहा हूँ, उसी टॉपिक को हम कंटिन्यू कर रहे हैं. और आज मैं आपको ये बताना चाहता हूँ कि कई बार मसीह परिवार में, शादीशुदा जीवन में ऐसी उम्मीदें जाग जाती हैं जो इम्पॉसिबल होता है उसको पूरा करना. രാവിലെ മുതൽ നമ്മൾ ഹസ്ബൻഡ് സീരിയൽ കാണുന്ന ഹസ്ബൻഡാണ്. നമ്മൾ സീരിയൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം വീട്ടിൽ എല്ലാ ദിവസവും രാവിലെ ഒരുങ്ങിയിരിക്കും. നല്ല രാവിലെ മുതൽ പൊട്ടുമൊക്കെ തൊട്ട് നല്ല കുളിച്ച് റെഡിയായിട്ട് രാവിലെ മുതൽ ഇരിക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വീട്ടിലും രാവിലെ വൈഫിനെ നോക്കുന്ന സമയത്ത് അവൾ കുളിച്ച് റെഡിയായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒരുങ്ങിയിരിക്കണം, ഒന്നും ചെയ്യരുത്, അപ്പോൾ കിച്ചണിൽ ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഇങ്ങനെ ചില സമയത്ത് വരും. സീരിയൽ കണ്ട് ചിലപ്പോൾ പെണ്ണുങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വരുന്ന ഹസ്ബൻഡ് എല്ലാ ദിവസവും രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് പൂവും കൊണ്ടുവരും, അപ്പോൾ എനിക്കും പൂവും കൊണ്ടുവരണം. ഇങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. जितने लोग सीरियल देखते हैं, मैं ये कहना चाहता हूँ, जब हम सीरियल देखते हैं तो हम उसमें चरित्र को, अलग अलग विभिन्न चरित्र को देखते हैं. वो सुबह सुबह उठते ही अच्छे कपड़ों में बिंदी लगा के, पूरा कॉस्मेटिक्स लगा के, अच्छी तरह अपने आप को सजा सुजो के घर में काम कर रहे होते हैं. और हमें लगता है कि मेरी पत्नी भी ऐसी होनी चाहिए, सुबह उठते ही नहा के, बिंदी लगा के, पूरा मेकअप करके वो घर का काम करे. या अगर आप पत्नी है तो आपको लगता है जब आप सीरियल देखते हो तो शाम को जब पति घर आता है सीरियल में, वो एक फूल लेके आता है,
पत्नी के लिए, और हम अपने लाइफ में जो शादीशुदा लाइफ में हम वही उम्मीदें पति पत्नी से चाहते हैं कि वो भी हमारे लिए रोज रात को एक छोटा सा फूल लेके आए, या पत्नी अच्छी तरह तैयार होके बिंदी के साथ साड़ी के साथ सजी धजी घर का काम करती रहे। तो ये पूरा करना इम्पॉसिबल होता है। ഹല്ലേലൂയ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുന്നു. ബ്ലൂ ഫിലിം, നിങ്ങളൊരു ക്രിസ്ത്യനാണ്, യേശു കർത്താവിനെ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസമാണ് നിങ്ങൾ പാപങ്ങളെല്ലാം മാറ്റി. പക്ഷെ ചില ക്രിസ്തീയ കുടുംബങ്ങളിൽ തന്നെ ചില ആളുകൾ നീല ചിത്രങ്ങൾ, ബ്ലൂ ഫിലിമുകൾ അങ്ങനെയുള്ളവർ കാണുന്നുണ്ട്. और अगर आप मसीह होने के बाद भी, मेरे को ये कहना बहुत ज़रूरी है, मसीह होने के बाद भी कई ऐसे पुरुष होते हैं जो अश्लील चित्रों को देखते हैं या अश्लील पिक्चरों को देखते हैं जो आपको देखना नहीं चाहिए. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ പുതിയ ട്രെൻഡ് ഹസ്ബൻഡും വൈഫും കൂടെ ഒരുമിച്ചിരുന്ന് നീല ചിത്രങ്ങൾ കാണുന്നു. അങ്ങനെയുള്ള ട്രെൻഡുകൾ ഞാൻ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരും തുടങ്ങി. ക്രിസ്തീയ കുടുംബങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. और मैं अभी ये कहना चाहता हूँ कि जो अभी नया ट्रेंड जो शुरू हुआ है, पति पत्नी दोनों मिलके उन अश्लील पिक्चरों को देखते हैं, उन मूवीज़ को देखते हैं और कहते हैं कि ये एक नया ट्रेंड है. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് അല്ലെങ്കിൽ വൈഫിൽ നിന്ന് അൺവാണ്ടഡ്, അൺഎക്സ്പെക്റ്റഡ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. അത് നിങ്ങൾ നിങ്ങളുടെ അത് അവർ ആക്ട് ചെയ്ത് കാണിക്കുന്നു. നിങ്ങൾ അതുപോലുള്ള എക്സ്പെക്റ്റേഷൻസ് ഹസ്ബൻഡിൽ നിന്ന് വൈഫിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും. അത് നടക്കാതെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ, പുറത്തുള്ള റിലേഷൻഷിപ്പിൽ, അങ്ങനെയുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹാബിറ്റ് ഉണ്ടോ അതിൽ നിന്ന് മാറുക. ലെസ്റ്റ്, അങ്ങനെയുള്ള ശാരീരികമായ ചിന്തകളിൽ നിന്ന് മാറേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. और जब ऐसे अश्लील मूवीज़ देखते हैं, अश्लील चित्र देखते हैं, तो उसमें जो दोनों कैरेक्टर्स होते हैं, चरित्र होते हैं, वो अलग अलग रीति से जो मोशंस करके दिखाते हैं. हमें लगता है कि पति पत्नी को भी ऐसे ही करके देखना चाहिए. और फिर जब वो इम्पॉसिबल चीज़ होता है और जब आप अपने जीवन में वो नहीं कर सकते, तो उम्मीद जब पूरी नहीं होती तो पति या पत्नी बाहर किसी को ढूंढते हैं ऐसे अपने अभिलाषाओं को पूरी करने के लिए. അതുപോലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഇതൊരു ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കട്ടെ അങ്ങനെയുള്ള എന്തെങ്കിലും സ്വഭാവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. और ये बहुत ही इम्पोर्टेंट कार्य है. अगर आप ऐसे गलत आदतों में फंसे हुए हो तो उसमें से जल्दी से निकल जाइए. അതുപോലെ ഞാൻ പറയാം വേറൊരു വിഷയം കൂടെ പറയാൻ താല്പര്യപ്പെടുന്ന വെച്ചാൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റിനെ, നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കുടുംബ ജീവിതം, നിങ്ങളുടെ വിവാഹിക ജീവിതം നശിപ്പിക്കാനായി നടക്കുന്ന എനിമിയെ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒപ്പീനിയൻസ് എന്തെങ്കിലും എൻട്രി ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കണം. और अपने परिवार में हमेशा ये चीज़ देखिएगा, स्कैन कीजिएगा कि आपके घर में, आपके परिवार में, आपके रिलेशनशिप्स में कोई ऐसी चीज़ तो नहीं है जो घुसने की कोशिश करता है. ഞാൻ ഒരു എക്സാമ്പിളിൽ കൂടെ നിങ്ങളെ ഇത് മനസ്സിലാക്കിപ്പിക്കാം. ഒരിക്കൽ ഒരു ലേഡി ഒരു എക്സാമ്പിൾ ഷെയർ ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു റിലേറ്റീവ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് വീടുകളിൽ എപ്പോഴും ഞാനും ഹസ്ബൻഡും തമ്മിൽ അടിയിടിയും ബഹളം ഉണ്ടാകാൻ തുടങ്ങും. കുടുംബത്തിലെ സമാധാനം പോകും. ഇവർ വന്ന് തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഇത് എപ്പോഴും ഉണ്ടാകുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. और मैं एक उदाहरण आपको बताना चाहता हूँ. जैसे एक स्त्री ने मुझे बोला कि पास जी, जब भी मेरी एक रिलेटिव है, वो जब भी मेरे घर में होके जाती है तो मेरे पति और पत्नी के बीच में जो रिलेशनशिप है उसमें हमेशा लड़ाई होती है. और मैंने ये देखा कि जब भी वो लेडी जब आके जाती है वो लड़ाई शुरू हो जाता है. ചില ആളുകൾ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി നിങ്ങളുടെ കല്യാണത്തിനെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനെ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിനെ നശിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് മാറുക. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ലൈഫിൽ പെർമിറ്റ് ചെയ്യരുത്. എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ, കുടുംബ ജീവിതത്തിൽ സംസാരിക്കാൻ, ചിലരുടെ ഒപ്പീനിയൻസ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കേൾക്കരുത്. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിനെ നശിപ്പിക്കും. और ऐसे लोग जो आपके दाम्पत्य जीवन को खराब करने की कोशिश करते हैं, आपके पारिवारिक जीवन को खराब करने की कोशिश करते हैं, आपकी शादी को खराब करने की कोशिश करते हैं, ऐसे लोगों से दूर रहिएगा. क्योंकि उनका यही योजना है कि आपकी शादी सक्सेसफुल ना हो. നിങ്ങൾ കൂടുതലും ഡൈവോഴ്സ് ആയിട്ടുള്ള ആളുകൾ, കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ, അങ്ങനെയുള്ളവരുമായിട്ടാണ് നിങ്ങളുടെ അസോസിയേഷൻ എന്നുള്ളതെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നിങ്ങളുടെ കുടുംബജീവിതത്തിനെ നശിപ്പിക്കാൻ നോക്കും. നിങ്ങളെയും സിംഗിളാക്കാൻ നോക്കും. നിങ്ങളോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ശരിയല്ല, എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെ, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളും അത് സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്യും. ചെറിയ പ്രശ്നങ്ങൾ വലുതാകും. നിങ്ങളുടെ ലൈഫ് നശിക്കാൻ ചാൻസ് ഉണ്ട്. और अगर आपकी दोस्ती ज़्यादातर ऐसे लोगों के साथ है जो डिवोर्स्ड है या शादी में बहुत
बहुत सक्सेसफुल नहीं है, उनके घर में हमेशा लड़ाई झगड़ा रहता है, और अगर ऐसे लोगों के साथ अगर आप दोस्ती करोगे तो वही चीज़ आपके अंदर भी वो डालने की कोशिश करेंगे। वो यही आपको बोलेंगे भाई शादी नहीं करना चाहिए, या शादी किया तो उसमें कोई खुशी नहीं है। और जब पति और पत्नी के बीच में थोड़ी सी भी कोई नोकझोंक होगी तो आपको भी लगेगा कि हाँ, मेरे दोस्त ने या मेरे मित्र ने सही बोला और शादी में कोई भी खुशी नहीं है। ഞാൻ പറയുന്ന ഈ പോയിന്റുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് നല്ല ഒരു വിവാഹിക ജീവിതത്തിനായിട്ട് നല്ല ചർച്ച്, നല്ല ദൈവദാസന്റെ അടുത്ത വിശ്വാസ്യതയോടെ ഇരിക്കേണ്ടത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ ഒരു അനുഗ്രഹം കൊണ്ടുവരും. और जो चीज़ अब मैं बोलने चाहता हूँ वो बहुत ध्यान से सुनिएगा। अगर आपको शादी में सफलता चाहिए तो बहुत ही अच्छा एक चर्च और उस कलीसिया का जो पास्टर है या जो भी प्रीस्ट है उसके नीचे अधीनता में रहना। ഞാനിപ്പോൾ ഈ പറഞ്ഞ വിഷയം കാരണം നിങ്ങൾ ആ ചർച്ചിരിക്കുന്ന സമയത്ത് ആ പാസ്റ്റർ, ആ ദൈവദാസൻ, അവരുടെ കുടുംബം നിങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ പ്രെയർ കവറിങ്ങിൽ വെക്കും. അപ്പോൾ തന്നെ സ്പിരിച്വൽ ശക്തികൾ, ദുഷ്ടശക്തികൾ, അവരെല്ലാം ഒരു വഴിക്ക് നിങ്ങളെ ടച്ച് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെ ആ പ്രെയർ കവറിങ് കാരണം ആ ദുഷ്ടശക്തികൾ നിങ്ങളുടെ അടുക്ക വരത്തില്ല. और जब आप एक जीवित कलीसिया के साथ जुड़ते हैं, उस कलीसिया का जो पादरी होता है वो अपने प्रार्थना कवरिंग में आपको भी रखता है, और हर एक स्पिरिचुअल फोर्सेस को जो आपके शादी के अगेंस्ट आता है वो तोड़ने की कोशिश करता है. वो स्पिरिचुअल जो प्रेयर कवरिंग में जब आप रहते हो तो वो फोर्सेस आपके शादी में सक्सेसफुल नहीं हो सकते. അതുപോലെ നിങ്ങൾ പോകുന്ന ചർച്ച്, നിങ്ങൾ ചർച്ചിൽ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന യേശു കർത്താവിനെ ആരാധിക്കുന്ന, മൂർത്തികളെ ആരാധിക്കുന്ന ചർച്ചിലല്ല, യേശു കർത്താവിനെ ആരാധിക്കുന്ന ചർച്ചിൽ പോകണം. ആ പോകുന്ന സമയത്ത് നിങ്ങൾ സൺഡേ പോകുന്ന ഒരു വിശ്വാസിയാകരുത്. ഹസ്ബൻഡ് വൈഫും കൂടെ കുഞ്ഞുങ്ങളും കൂടെ കൂട്ടി ചർച്ചിൻ്റെ വേറെ പല ആക്ടിവിറ്റികളിലും ഭാഗഭാക്കാകണം. ആ സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ സെൻറ്റർ ചർച്ചിനെ ആക്ടിവിറ്റീസിൽ വെക്കുന്ന സമയത്ത് തന്നെ പല പ്രശ്നങ്ങളും മാറും. നിങ്ങൾക്ക് മറ്റുള്ള ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന മറ്റ് ഹസ്ബൻഡ്, വൈഫ്, മറ്റ് കപ്പിൾസ്, മറ്റുള്ളവരുടെ ജീവനിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള അപ്പച്ചന്മാർ, അമ്മമാർ, പാസ്റ്റർമാർ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നിങ്ങളുടെ ചർച്ചിനെ നിങ്ങളുടെ ലൈഫിൻ്റെ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റീസിൽ വെക്കുക. സൺഡേ മാത്രം പോകുന്ന ക്രിസ്ത്യനായിട്ട് ഇരിക്കരുത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ അനുഗ്രഹിക്കും. और जब आप पति पत्नी मिल के कलीसिया में जाते हैं, सिर्फ संडे को कलीसिया अटेंड नहीं करना, परंतु एक जीवित कलीसिया जहाँ पे जिंदा यीशु मसीह की आराधना होती है, और मिल के जब आप आराधना करते हो और उस सेवकाई के अधीनता में आते हो तो ऐसे मित्र, ऐसे भाई बहन, ऐसे बंधु आपको मिलते हैं जो आपको एनकरेज करेंगे, जो आपको काउंसिल करेंगे कि मसीह परिवार में आगे कैसे बढ़ना है. तो ऑटोमेटिकली बहुत सारी समस्याएं वो आपके जीवन में नहीं आएंगी. और सिर्फ संडे को चर्च नहीं जाना, परंतु चर्च के हर एक एक्टिविटीज में आप इन्वॉल्व हो जाइए. आप परिवार के साथ, ऐसा नहीं सिर्फ पति या पत्नी, परंतु मिल के पूरे परिवार के साथ हर एक चर्च के एक्टिविटीज में आप इन्वॉल्व कीजिए. अपने परिवार में चर्च को प्रथम स्थान दीजिए और उसके एक्टिविटीज में इन्वॉल्व हो जाइए. तो बहुत सारे ऐसे प्रॉब्लम्स अपने आप ऑटोमेटिकली आप देखेंगे सोल्यूशन मिल जाएगा. അതുപോലെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ്സ് എൻ്റെ പെങ്ങന്മാര്, എൻ്റെ അമ്മമാര്, എത്ര സ്ത്രീ ജനങ്ങളുണ്ടോ നിങ്ങൾക്ക് ഇത് കേൾക്കണം. നിങ്ങളുടെ ഹസ്ബൻഡിന്, നിങ്ങളുടെ അതോറിറ്റിക്ക് നിങ്ങൾക്ക് അവരുടെ സബ്മിഷനിൽ എപ്പോഴും ഇരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. और जितनी भी स्त्रियां मुझे देख रही है, मैं बहुत ही एक इंपॉर्टेंट चीज अब बताने जा रहा हूं कि जितनी भी स्त्रियां हैं, एक चीज हमेशा याद रखिएगा कि अपने पति के अधीनता में रहना, उसके ऊपर नहीं परंतु पति के अधीनता में आपको रहना है. അധീനതയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സബ്മിസീവായിട്ടിരിക്കണമെന്ന് പറയുന്നത്, നിങ്ങൾ ഓൾഡർ വിമൻ ആയിരിക്കാം, യങ്ങർ വിമൻ ആയിരിക്കാം, ഇപ്പം കല്യാണം കഴിച്ചവരായിരിക്കാം, ഇടയ്ക്കുള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ, നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ഗോസ്പൽ. പല പ്രാവശ്യവും നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നു. നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയാണ് കറക്റ്റ് ചെയ്യുന്നത്. ഹസ്ബൻഡിനെ കറക്റ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡോടെ പോകരുത്. ഹസ്ബൻഡിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകരുത്. അദ്ദേഹത്തെ സ്നേഹത്തിൽ കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വഴികളിലേക്ക് കൊണ്ടുവരണം. आप एक बुजुर्ग स्त्री हो सकती है जो मुझे सुन रही है, या बीच की स्त्री हो सकती है, या एक छोटी लड़की हो सकती है जो शादी करने जा रही है. ये समझना कि अपने पति के अधीनता में रहना है, उसको करेक्ट करने नहीं जाना है, परंतु प्रेम के साथ अपने जीवन के द्वारा अपना जीवन को ऐसे बनाइए कि आप अपने प्रेम के द्वारा उस पति को आप बदल सकते हैं. ബൈബിളിൽ എഴുതിയേക്കുന്നത് ചർച്ചിന്റെ അതോറിറ്റി, ചർച്ചിന്റെ ഹെഡ് എന്ന് പറയുന്നത് യേശു കർത്താവ്. और बाइबल में लिखा है जो कलीसिया का जो मुख्य होता है वो यीशु मसीह है.
ഓർ ഹസ്ബൻഡ് വൈഫ്, കുടുംബത്തിന്റെ വൈഫ്, സ്ത്രീയുടെ ഹെഡ് എന്ന് പറയുന്നത് ഹസ്ബൻഡ്. और जो स्त्री है उसका मुख्य होता है पति. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം, യേശു കർത്താവ് അനുഗ്രഹിച്ച കുടുംബ ജീവിതത്തിൽ എപ്പോഴും ഹസ്ബൻഡ് ആയിരിക്കും ആ കുടുംബത്തിന്റെ ഹെഡ്. और एक मसीह परिवार का जो मुख्य होता है वो हमेशा पति होता है, पत्नी नहीं. ചില സ്ത്രീകളിൽ എപ്പോഴും ഒരു ബോസി നേച്ചർ. നിങ്ങൾ ഓഫീസിൽ ബോസ് ആയിരിക്കും, നിങ്ങൾ CEO ആയിരിക്കും, നിങ്ങൾ ചെയർമാൻ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ കല്യാണത്തിൽ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഹെഡ്. और हो सकता है आप एक स्त्री हैं और आप एक ऑफिस में काम करते हैं, वहां पे आप बॉस हो सकते हैं और वही बॉसी नेचर आप अपने परिवार में भी दिखाते हैं, परंतु वो गलत है. आप अपना बॉसी नेचर अपने परिवार में अपने पति के ऊपर नहीं दिखा सकते, अपने बच्चों के ऊपर दिखा सकते हैं, परंतु पति के ऊपर अपना बॉसी नेचर के साथ अगर आप जाएंगे तो प्रॉब्लम आएगी. ഞാൻ കണ്ടിട്ടുണ്ട് ആ നേച്ചർ കാണുന്ന പല പെണ്ണുങ്ങളുടെയും ലൈഫ് അനുഗ്രഹമുള്ള അല്ല, അഭിഷേകം നിറഞ്ഞ ലൈഫുകളല്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള നേച്ചർ ഉണ്ടെങ്കിൽ ആ നേച്ചറുകളൊക്കെ മാറ്റി യേശുവിന് അധീനപ്പെട്ട്, നിങ്ങളുടെ ഭർത്താവിന് അധീനപ്പെട്ട് മുന്നോട്ട് പോകണം. ഒരിക്കലും ഒരു തലയാകാൻ നോക്കരുത്. കാലിൻ്റെ ജോലി, തലയുടെ ജോലി തലയ്ക്ക് ചെയ്യണം. അത് ചെയ്യാൻ നോക്കിയാൽ, അല്ലെങ്കിൽ കൈ പോയി തലയുടെ ജോലി ചെയ്യാൻ നോക്കിയാൽ അത് എപ്പോഴും തെറ്റായി പോകും. और ये बॉसी नेचर के साथ अगर आप घर में भी रहेंगे तो वो गलत हो जाएगा. कभी भी पैर का काम हाथ नहीं कर सकता या हाथ का काम पैर नहीं कर सकता. तो ये हमेशा याद रखिएगा कि आपको अपने पति के अधीनता में रहना है और उसके अधीनता में कार्य करना है. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വൈവാഹിക ജീവിതത്തിനെ കുറിച്ച് ഒരു ബുക്ക് വായിച്ചു. और कुछ दिन पहले मैंने एक किताब पढ़ा जो एक पारिवारिक किताब था. ഘാനയിലെ ഒരു വലിയൊരു പാസ്റ്റർ എഴുതിയിരിക്കുന്ന ബുക്കാണ്. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, വൈഫ്സിനോട് പറയുന്നത്, വെൻ യു ക്യാൻ ചാം യുവർ മാൻ, വൈ നീഡ് ടു ഫൈറ്റ് യുവർ മാൻ. और उस पादरी ने, जो बहुत बड़ा पादरी है गाना का, उन्होंने एक ऐसा सेंटेंस लिखा है कि जब आप अपने पति से प्रेम के द्वारा अगर आप उसको बदल सकते हो तो क्यों लड़ाई करके उसको बदलना है. ഇതൊരു എക്സാമ്പിളിൽ കൂടെ ഞാൻ പറയാം. സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഈ മൈക്ക് വേണം. 2 വഴികളിൽ കൂടെ മൈക്ക് മേടിക്കാം. ഒന്ന്, ഞാൻ സ്നേഹത്തോടെ ഈ മൈക്ക് എനിക്ക് തരുമോ, ഞാൻ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് തരും? മൈക്ക് തന്നു, ഞാൻ എടുത്തു. വേറെ ഒരു വഴിയെന്ന് വെച്ചാൽ, ഞാനിത് തരാൻ എനിക്ക് താല്പര്യം, പക്ഷേ ഞാൻ ഫൈറ്റ് ചെയ്ത് ബഹളം വെച്ചത് മേടിക്കുന്നു കയ്യിൽ നിന്ന്. അപ്പം 2 തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാം. जैसे मैं एक उदाहरण देना चाहता हूँ. अगर मेरे को अपनी पत्नी से एक माइक चाहिए तो मैं 2 तरीके से वो माइक ले सकता हूँ. एक तो प्रेम, अपना प्रेम को एक्सप्रेस करते हुए प्यार से उससे मांग सकता हूँ कि क्या आप मुझे ये माइक दे सकते हो, और प्यार से वो मुझे माइक दे देगी. और दूसरा है, मैं लड़ झगड़ के उससे जबरदस्ती के साथ वो माइक ले लूँ. അപ്പം ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വഴക്കിടാതെ ചില കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ, നിങ്ങളുടെ ലൈഫ് തന്നെ സ്നേഹത്തോടെ നിൽക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. और मैं ये कहना चाहता हूँ कि प्यार के साथ आप बहुत सारा कार्य कर सकते हो. जरूरी नहीं है हर चीज में लड़ाई करना, परंतु जब आप प्यार दिखाएंगे तो प्यार के साथ ऑटोमेटिकली जो आपका पति है या पत्नी है आपके लिए बहुत सारा कार्य करेंगे. ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വചനം പഠിക്കാൻ താല്പര്യപ്പെടുന്നു. സദൃശ്യവാക്യങ്ങൾ 18:15, ബുക്ക് ഓഫ് പ്രോവർബ്സ് 18:15. और मैं बाइबल में से एक वचन आपके लिए पढ़ना चाहता हूँ. नीति वचन 13. नीति वचन 18:13. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവൻ അത് ഭോഷത്വവും ലജ്ജയും ആയിത്തീരുന്നു. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവൻ അത് ഭോഷത്വവും ലജ്ജയും ആയിത്തീരുന്നു. If anyone gives an answer before he hears, it is his folly and shame. हिंदी में एक बार. अगर कोई भी व्यक्ति सुनने से पहले उत्तर दे तो वो बेवकूफी है. ഞാൻ പറയാൻ വരുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ സംശയ രോഗി ആയിട്ടുള്ള ആണുങ്ങളും ഉണ്ട്, സംശയ രോഗിയായിട്ടുള്ള പെണ്ണുങ്ങളും ഉണ്ട്. और मैं ये कहना चाहता हूँ कि हमारे नगर में या हमारे सोसाइटी में ऐसे पति या ऐसे पत्नी होते हैं जिनमें ऐसा कीड़ा होता है दूसरों पे शक करना. സ്വന്തം ഹസ്ബൻഡ് വൈഫിന്റെ മേളിൽ സംശയിക്കും. अपने हस्बैंड या अपने पत्नी के ऊपर शक करना. ഫോണിൽ സംസാരിച്ചാൽ സംശയിക്കും. अगर वो फोन पे बात कर रहे होते हैं तो शक होता है. ആരോടെങ്കിലും മാറി ഇന്ന് ചിരിച്ചാൽ സംശയിക്കും. अगर दूर में खड़ी हुई वो किसी को देख के हंस ले तो उस पे भी शक हो जाता है. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്,
പല പ്രാവശ്യവും നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ മറ്റുള്ളവർ വന്ന് എന്ത് പറയുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു കാര്യം അറിയണം. ഞാൻ എൻ്റെ ഹസ്ബൻഡ് വൈഫിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഫസ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അല്ല വൈഫ് പറയുന്നത് കേട്ടിട്ടേ ഞാൻ അതിനെക്കുറിച്ച് നിർണ്ണയം എടുക്കത്തുള്ളൂ. मेरे कहने का मतलब है, अगर कोई भी तीसरा व्यक्ति आपके कान में या आपके पास आके आपके पति या पत्नी के प्रति कुछ भी बोलता है, तो सबसे पहले आप या तो अपने पत्नी से बात कीजिए या पति से बात कीजिए. इससे पहले आप उसकी बात पे विश्वास करें. Never accept report of others before your spouse. किसी का भी रिपोर्ट आप अपने पति या पत्नी के प्रति विश्वास मत करना. പലപ്പോഴും നമുക്ക് ആദ്യം കാണുന്ന പോലെ അല്ലെങ്കിൽ ആദ്യം കേൾക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഫുള്ള് സംഭവങ്ങളും. അതുകൊണ്ട് ഫുൾ എക്സ്പ്ലനേഷൻ എടുത്ത കംപ്ലീറ്റ് സ്റ്റോറി അറിഞ്ഞതിന് ശേഷമേ ഒരു നിർണയത്തിലെത്താവൂ. ഈ ബൈബിളിലെ 18 സദൃശവാക്യങ്ങൾ 18:13 പറയുന്ന പോലെ കേൾക്കും മുമ്പേ ഉത്തരം പറയരുത്, കേൾക്കും മുമ്പേ ഡിസിഷൻ എടുക്കരുത്. അത് പിന്നെ ഒരു സമയത്ത് നാണക്കേട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് കൊണ്ടുവരാൻ കാരണമായിരിക്കും. और जैसे ये वचन में लिखा है कि पूरी बात को सुन के समझ के कोई भी स्टेप मत लीजिएगा, क्योंकि वचन में लिखा है ऐसा करेंगे तो शर्मिंदगी आपके जीवन का पोषण होगा. അതുകൊണ്ട് സംശയം മാറ്റുക. അങ്ങനെ പല പല കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കാരണം പലതും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാം. കർത്താവിൻ്റെ ഈ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. और शक की आदत अगर है आप में, तो वो शक की आदत को अपने जीवन से हटाइएगा. और ऐसे बहुत सारे टॉपिक्स हैं जो मैं आपके बीच में बताना चाहता हूँ. സാത്താന്റെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് ഡൗട്ടാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഡൗട്ടിനെ കൊണ്ടുവരും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ലൈഫിനെയും കുടുംബത്തെയും നിങ്ങളുടെ വിവാഹ ജീവിതത്തിനെ നശിപ്പിക്കാൻ സാത്താൻ ഏറ്റവും വലിയ ഒരു വെപ്പണായിട്ട് അതിനെ യൂസ് ചെയ്യും. और शैतान का सबसे बड़ा जो पॉइंट होता है आपके जीवन में शक को पैदा करना. और जब आपके जीवन में शक पैदा होता है तो आपके बीच का जो संबंध है वो टूटने फूटने लगता है. അത് കാരണം ഞാൻ എൻ്റെ വിശ്വാസമാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞതും ഇന്ന് പറഞ്ഞതും കേട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നും നല്ല അനുഗ്രഹം നിറഞ്ഞ സാമർഥ്യം നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ കുടുംബജീവിതം നയിക്കുമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ചർച്ചിനും നിങ്ങളുടെ വരുന്ന ജനറേഷനും എക്സാമ്പിൾ ആയിട്ടുള്ള കുടുംബജീവിതം നിങ്ങൾ നയിക്കുമെന്നുമാണ് എൻ്റെ വിശ്വാസം. और मेरा विश्वास है कि पिछले हफ्ते का और आज का प्रचार सुनने के बाद आप एक निर्णय लेंगे कि मेरा परिवार भी, मेरा मसीह परिवार, मेरा पारिवारिक परिवार भी एक नए स्तर पे जाएगा. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ സമയത്ത് കണ്ണുകളെ അടയ്ക്കുക. और हम दोनों मिलके आपके लिए प्रार्थना करना चाहते हैं. अपने आंखों को बंद कीजिएगा. എൻ്റെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശു കർത്താവ്, ഈ സമയത്ത് അങ്ങയുടെ എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, കല്യാണം കഴിച്ചിരിക്കുന്നവര്, കല്യാണത്തിൽ ഈ സമയത്ത് അവരുടെ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നവര്, അവരെ എല്ലാം യേശുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും അവർ കേട്ട ഈ അഭിഷേകം നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ ഈ വചനങ്ങളിൽ കൂടെ അവരുടെ ജീവിതം ചേഞ്ച് ആകണമേ, അവരുടെ മാരിറ്റൽ ലൈഫ് ചേഞ്ച് ആകണമേ, അവരുടെ കുഞ്ഞുങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകണമേ. വളരെ അഭിഷേകം നിറയണമേ. സാത്താനെ, അവൻ്റെ ദുഷ്ടശക്തികളെയും അന്ധകാര ശക്തികളെ ഈ സമയത്ത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഖണ്ഡിക്കുന്നു. അവരുടെ കല്യാണം വിട്ട്, അവരുടെ മാരേജ് വിട്ട് ഇറങ്ങിപ്പോ. നിനക്ക് അവരുടെ ജീവിതത്തിൽ ഒരു റോളുമില്ല. യേശു അവരുടെ ജീവിതത്തിലെ സെൻറ്ററായി നിന്ന് അവരെ അനുഗ്രഹിച്ച് ഉയർത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു, അനുഗ്രഹം ചെയ്യുന്നു. ജീവിച്ചിരിക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. पिता परमेश्वर, इस टाइम में जितने भी लोग हम इस वचन को सुना है, पिछले हफ्ते का वचन को सुना या आज के वचन को सुना है, खुदावन सबको मैं तेरे हाथों में सौंपता हूँ. पिता परमेश्वर, जैसे इन्होंने 2 हफ्ते का जो वचन सुना है, परमेश्वर मेरी प्रार्थना है खुदा कि इनके जीवन में एक नए स्तर पे तो इनको लेके जाएगा. अंधकार की दुष्ट के हर एक योजना को यीशु मसीह के सामर्थी नाम से मैं कैंसिल करता हूँ. और परमेश्वर, तेरा अनुग्रह, तेरा दया, तेरा बरकत, तेरी आशीष इनके परिवार में, इनके पर्सनल लाइव्स में, इनके शादी में पिता परमेश्वर बना रहे. खुदावन पिता परमेश्वर, दुष्ट की योजनाओं को हम डांटते हैं इसी टाइम. और परमेश्वर, तेरा आशीष इनके जीवन में बना रहे. खुदावन इनके रिलेशनशिप्स को ब्लेस करना पिता परमेश्वर, इनके परिवार को ब्लेस करना खुदावन, और इनके रिलेशनशिप्स को एक नए स्तर पे लेके जाना. यीशु के सामर्थी नाम से इस प्रार्थना को मांगते हैं. आमीन, ആമേൻ, ആമേൻ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹം ചെയ്യുന്നു. യേശു കർത്താവിനെ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പിതാവും ദൈവവുമായി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കും, അഭിഷേകം ചെയ്യും. ഈ സമയത്ത് എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഈ പ്രസൻസിൽ കൂടെ നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്ത ടൈമിൽ കൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ മേളിലെ ദയവും അഭിഷേകവും കാണിക്കും. എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ട്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ ഫോൺ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഉയർത്തട്ടെ. എൻ്റെ യേശുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൻ്റെയും പേരിൽ ഉണ്ടായിരിക്കട്ടെ.
यीशु मसीह आपसे बहुत प्रेम करता है। अगर आप यीशु के बारे में नहीं जानते हैं तो आप हमें कॉल कर सकते हैं और हम आपको बताएंगे कि यीशु मसीह कौन है। वो जो परमेश्वर मारा गया, गाड़ा गया और तीसरे दिन आपके और मेरे लिए जी उठा। वो परमेश्वर आपसे बहुत प्रेम करता है। अगर आपके पास कोई भी प्रार्थना विषय है तो आप कॉल कर सकते हैं। हम आपके लिए मिल के प्रार्थना करेंगे और परमेश्वर का अद्भुत आशीष, अनुग्रह और दया आपके और आपके परिवार में बना रहे। बाय बाय, प्रेज द लॉर्ड। കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് പാസ്റ്റർ ഹരീഷ് കുറുപ്പ് ഗോപിനാഥ്. ഞാനും എൻ്റെ കുടുംബവും കൂടി ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ യേശു കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് ഈ ഏപ്രിലായി 2021 ഏപ്രിൽ മാസമാണിതിപ്പോൾ. ജീസസ് കിച്ചൻ്റെ പേരിൽ പലർക്കും ആഹാരങ്ങൾ കൊടുക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ ജീസസ് കിച്ചൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. 250-300 പേർക്ക് അടുത്ത് ഞങ്ങൾ ഒരു ദിവസം ആഹാരം കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഐസ്ക്രീമും കൂടെ കൊണ്ടുവന്നു. ചില ദിവസം ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഞങ്ങൾ ഐസ്ക്രീമും കൊടുക്കാറുണ്ട്. ഈ കുഞ്ഞ്, എൻ്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞ്, ഇവിടുത്തെ ഒരു സ്ലമ്മിലെ ഒരു കുഞ്ഞ്, അവളിൽ നിന്ന് ആഹാരം എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിലാണ്, ഒരു പ്ലാസ്റ്റിക് കൂടിലാണ്. കൊണ്ടുവരാൻ അവരുടെ കയ്യിൽ ആഹാര സാധനങ്ങൾ മേടിക്കാൻ പോലും പ്ലേറ്റുകൾ പോലും ഇല്ലാത്ത ഏരിയയിലാണ് ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. ഈ കുഞ്ഞ് ഇന്ന് അവൾക്ക് ആഹാരം കൊടുത്തു. അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്, അവൾ ചിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ എത്ര ലക്ഷങ്ങളുടെ പേരിൽ നമ്മളെ കൊണ്ട് ഒരാളുടെ മുഖത്ത്, ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു സ്മൈല്, ഒരു ഹാപ്പിനെസ് ഒരു ദിവസം കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ, നമ്മുടെ കുടുംബത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീസസ് കിച്ചന് നോർത്ത് ഇന്ത്യയിലെ ഫരീദാബാദിൽ, ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ മിനിസ്ട്രിയും സെർവ് ചെയ്യുന്ന ഏരിയയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു. ഇതുപോലുള്ള സ്ലം ഏരിയകൾ കർത്താവിൻ്റെ നാമത്തിൽ ആഹാരം കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെ കൊണ്ട് പറ്റാൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ചെയ്യുക. കർത്താവ് നിങ്ങളെ 2 കൈ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ദൈവ അനുഗ്രഹങ്ങളും തരട്ടെ. ഒരു നേരത്തേക്കുള്ള ആഹാരം, ഒരു നേരത്തേക്ക് നമ്മൾ ചെറിയൊരു പാക്കറ്റിൽ നമ്മൾ വെള്ളവും കൊടുക്കുന്നുണ്ട്. 2 രൂപയാണ് അതിൻ്റെ ചിലവ്. ഒരു ദിവസം പാക്കറ്റ് 35-40 രൂപയ്ക്ക് അടുത്ത് ചിലവ് വരും. ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ വണ്ടികൾ എല്ലാവരും കൂടെ വന്ന് ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ഉപയോഗപ്പെടുത്തട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 കൈയും വെച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില സമയത്ത് ठीक है बेटा, താങ്ക് യു अब चले जाइए. ചില സമയത്ത് നമ്മളെ ദൈവം തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന ഫെസിലിറ്റികൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് കർത്താവ് തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന അഭിഷേകങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില സമയത്ത് നന്ദി പറയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സുഖ സൗകര്യങ്ങൾ കർത്താവ് തന്നോട് അതിനുവേണ്ടി നന്ദി പറയുക. അമ്മ വെച്ച് തരുന്ന ആഹാരത്തിന് വേണ്ടി നന്ദി പറയുക. അച്ഛന് അധ്വാനിച്ച് കൊണ്ടുവന്ന് നിങ്ങളെ പോറ്റുന്ന ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി നന്ദി പറയുക. കാരണം പല ദിവസങ്ങളിൽ നമ്മൾ അതൊന്നും ചെയ്യാറില്ല. സോ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഹാർട്ട് നമുക്ക് പകരേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ആ കുഞ്ഞിന് പാത്രം പോലും ഇല്ല അവർക്ക് കഴിക്കാൻ, അവർക്ക് കൊണ്ടുപോകാൻ. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്. കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. എൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. എൻ്റെ ടീമും ഞങ്ങളും എല്ലാം കൂടി ഇന്നത്തെ ദിവസം ചെയ്യുന്നു. ലോക്ക്ഡൗണ് 1 വർഷത്തോളമായി. ഞങ്ങൾ 2020 ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇത് തുടങ്ങിയത്, ജീസസ് കിച്ചന്. ഈ രണ്ടാമത് വീണ്ടും വലിയ ലോക്ക്ഡൗണുകൾ വരുന്നു, വലിയ കർഫ്യൂകൾ വരുന്നു, ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നു, ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു. യു പിയിലും ബീഹാറിലുമുള്ള മൈഗ്രേറ്ററി പോപ്പുലേഷൻ വീണ്ടും തിരിച്ചു പോകാൻ തുടങ്ങുന്നു. ഒത്തിരി ആളുകൾക്ക് പല ഹെൽപ്പുകളുണ്ട്. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നത് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ആകാശത്തിൽ നിന്ന് 2 കൈകളും തുറന്ന് ഈ ജീസസ് കിച്ചന് വേണ്ടിയും ഞങ്ങളുടെ ഗോസ്പൽ വർക്കിന് വേണ്ടിയിട്ടും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൈ നീട്ടുന്നവരെ നീ 2 കൈയും വെച്ച് അനുഗ്രഹിക്കണമേ എൻ്റെ തമ്പുരാനെ. അവരുടെ മേളിൽ ആകാശം തുറക്കട്ടെ, അവരുടെ മേളിൽ സ്വർഗം തുറക്കട്ടെ. എൻ്റെ കർത്താവ് 2 കൈയും വെച്ച് ഇവരെ അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവ്, എൻ്റെ പ്രാർത്ഥന കേട്ടതിനായിട്ട്. എബ്രഹാം, ഇസഹാക്ക്, യാക്കൂബിൻ്റെ കർത്താവേ, നന്ദി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി. ഇവരെ അനുഗ്രഹിക്കണമേ അപ്പാ, ഉയർത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി എൻ്റെ കർത്താവ്. നമ്മുടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ. ഇനി വരുന്ന ദിവസങ്ങൾ നല്ലതായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.